9ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ഫസ്റ്റിലൊരു പുതിയ യൂണിറ്റ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 6ാമത്തെ യൂണിറ്റ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. സോഷ്യൽ സയൻസ് സെക്കൻഡിൽ ജിയോഗ്രഫി എന്നുള്ള ചാപ്റ്ററാണ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം, രണ്ടും നമുക്ക് പരിചയമുള്ള വാക്കുകളാണ്. ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സാമ്പത്തിക വളർച്ച, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക വികസനവും. ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ രണ്ടും ഒന്ന് തന്നെയല്ലേ എന്നുള്ള സംശയം ഉണ്ടാവും. ഗ്രോത്തും ഡെവലപ്മെൻറ്റും രണ്ടും ഒരു പ്രോഗ്രസ്സിനെ കാണിക്കുന്ന വാക്കുകളാണ്. പക്ഷേ അർത്ഥത്തിൽ, ആശയത്തിൽ എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും. ഓക്കെ, അപ്പോൾ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് വാട്ട് ഈസ് ഇക്കണോമി. ഒരു സമ്പദ് വ്യവസ്ഥ എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളുണ്ട് എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. അതായത് മിക്സഡ് ഇക്കണോമി, നമ്മൾ ഇന്ത്യ ആക്സെപ്റ്റ് ചെയ്തത് മിക്സഡ് ഇക്കണോമി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ക്യാപിറ്റലിസ്റ്റ് ഇക്കണോമി ഉണ്ട്, സോഷ്യലിസ്റ്റ് ഇക്കണോമി ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ബേസിക് നോളജ് ഒക്കെ നമുക്ക് ഓൾറെഡി ഉണ്ട്. ഹാവ് യു നോട്ടീസ്ഡ് ദി ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ ആൻ ഇക്കണോമി? അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഒരു ഇക്കണോമിയിൽ ഉണ്ടാകുന്ന, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? One of the noticeable changes is the increase in agricultural output of the country. അപ്പം അത്തരത്തിലുള്ള ഒരു മാറ്റം ഇവിടെ പറയാണ്. പിന്നെ രാജ്യത്തിന്റെ കാർഷികോൽപാദനം വർദ്ധിക്കുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ഒരു പ്രധാന മാറ്റമാണ്. അതായത് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് ഒരു പക്ഷേ നമ്മുടെ കാർഷികോൽപാദനം പിറകോട്ട് പോയിട്ടുണ്ടാവും, ചിലപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ പല രംഗത്തും സാമ്പത്തികമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വർഷങ്ങൾ കൊണ്ടുണ്ടാവാറുണ്ട്. Likewise, other changes can also be found. കൃഷിയുടെ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളും എന്തുണ്ടാവാറുണ്ട്? ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കാലാകാലം ഒരേപോലെ ഒരു സാമ്പത്തിക രംഗവും നിൽക്കൂല, അതിൽ മാറ്റങ്ങൾ സംഭവിക്കും. ചിലപ്പോൾ പോസിറ്റീവ് ചേഞ്ചസ് ആയിരിക്കാം, ചിലപ്പോൾ നെഗറ്റീവ് ചേഞ്ചസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ രാജ്യത്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പറയുന്നു ഗ്രോത്ത് ഇൻ കൺസ്ട്രക്ഷൻ സെക്ടർ. ഓക്കെ, അതായത് നിർമ്മാണ രംഗത്ത്, കൺസ്ട്രക്ഷൻ രംഗത്ത് എന്തുണ്ടാവുന്നുണ്ട്? ഒരുപാട് വളർച്ച ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് വലിയ വലിയ ഫ്ലാറ്റുകളും കെട്ടിടങ്ങളും അമ്പരചുംബികളായിട്ടുള്ള വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ ഇൻക്രീസ് ഇൻ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്, വ്യാവസായികോൽപാദനത്തിൽ വലിയ വർധനവ് ഉണ്ടാവുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുക പറയുമ്പോൾ ഫാക്ടറികളിൽ, വ്യവസായശാലകളിലൊക്കെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നു. കാരണം ജനസംഖ്യ കൂടുമ്പോൾ അതിൻ്റെയൊക്കെ കൺസംഷൻ കൂടും, ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യും? അവർ പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറക്കും. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ കൂടുതൽ കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ടെർഷ്യറി സെക്ടർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അല്ലെ? നമ്മുടെ ടെർഷ്യറി സെക്ടർ എന്ന് പറയുമ്പോൾ സേവന മേഖല അല്ലെങ്കിൽ പിന്നെ തൃതീയ മേഖല എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും വീണ്ടും വളർന്നു വരുന്നുണ്ട്. ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ഇക്കണോമിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഓക്കെ, ദെൻ The above mentioned changes indicate economic growth. ഈ കാര്യങ്ങളെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നതാ? ഇതൊക്കെ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ്. കൺസ്ട്രക്ഷൻ സെക്ടറിൽ ഗ്രോത്ത് ഉണ്ടാവുക, ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുക, റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ കൂടുതൽ ഫെസിലിറ്റീസ് വരിക. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? അതൊക്കെ ഇൻഡിക്കേറ്റ് ഇക്കണോമിക് ഗ്രോത്ത്. ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഗ്രോത്തിനെ, സാമ്പത്തിക വളർച്ചയെ കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് എന്തുണ്ട്? ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ വാട്ട് ഈസ് ഇക്കണോമിക് ഗ്രോത്ത്? അപ്പൊ എന്താണ് ഇക്കണോമിക് ഗ്രോത്ത്? സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കാം. An increase in the production of goods and services in an economy is called economic growth. എന്താണ് ഇക്കണോമിക് ഗ്രോത്ത്? An increase in the production of goods and services in an economy is called economic growth. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ വർധനവുണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സാമ്പത്തിക വളർച്ച എന്ന് വിളിക്കുന്നു. An increase in the production of goods and services in an economy. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ പ്രൊഡക്ട്സും അതേപോലെ സർവീസും ഒക്കെ, ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലെ?
അതായത് സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യാണ്, അതിന് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, കൂടുതൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്, കൂടുതൽ കൂടുതൽ സർവീസ് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം അവിടെ എന്തുണ്ട്, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ട് എന്നാണ്. ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. ഇൻക്രീസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സും സർവീസസും രണ്ടിന്റെയും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ട് എന്നാണ്. Increase in the output of goods and services implies an increase in the national income of the country. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഔട്ട്പുട്ട് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ, ഗുഡ്സ് ആൻഡ് സർവീസസ് കൂടുതൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം എന്താ, അതിനർത്ഥം ആ രാജ്യത്തിന്റെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ്. ഓക്കെ, ഇൻക്രീസ് ഇൻ ദി ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇംപ്ലൈസ്, അതായത് സാധനങ്ങളും സേവനങ്ങളൊക്കെ അതിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തിനാ സൂചിപ്പിക്കുന്നത്, ദാറ്റ് ഇംപ്ലൈസ് ആൻ ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം ഓഫ് ദി കൺട്രി. ആ രാജ്യത്തിന്റെ ദേശീയ വരുമാനം, നാഷണൽ ഇൻകവും എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിക്കുന്നുണ്ട് എന്നാണ് അല്ലെ. അതിനർത്ഥം ഇവിടെ പറയുന്നു, ഇൻ ഷോർട്ട്, ഇക്കണോമിക് ഗ്രോത്ത് മീൻസ് an increase in the total output of a country compared to that of the previous year. Okay, economic growth എന്ന് പറഞ്ഞാൽ എന്താ, അവസാന ഒരു സെന്റൻസ് പറയുന്നു, economic growth എന്ന് പറഞ്ഞാൽ, മാർക്ക് ചെയ്യാണ്, ഇത് മാത്രം ഞാൻ മാർക്ക് ചെയ്യാണ്. Economic growth എന്ന് പറഞ്ഞാൽ that means an increase in the total output of a country compared to that of the previous year. അതായത് ഒരു രാജ്യത്തിന്റെ ആകെ ഉൽപാദനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉണ്ടായിട്ടുള്ള വർധനവുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാമ്പത്തിക വളർച്ച. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എത്രത്തോളം നമുക്ക് പ്രൊഡക്ഷന്റെ കാര്യത്തിൽ ഇൻക്രീസ് ഉണ്ടായി, അതാണ് എന്ത്, ആ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇക്കണോമിക് ഗ്രോത്ത് മീൻസ് ആൻ ഇൻക്രീസ് ഇൻ ദി ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് എ കൺട്രി കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദി പ്രീവിയസ് ഇയർ. ഒരു രാജ്യത്തിന്റെ ആകെ ഉൽപാദനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുണ്ടാകുന്ന വർധനവാണ് എന്ത്, ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്തിന് ഒരു എക്സാമ്പിൾ പറയാണ്. അസ്യൂം ദാറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് പാഡി ഡ്യൂറിംഗ് 2016-17 വാസ് 100 ക്വിന്റൽസ്. ഓക്കെ, 2016-17 വർഷത്തെ നമ്മുടെ നെല്ലിന്റെ ഉൽപാദനം എത്രയാണ്, 100 ക്വിന്റൽ ആണ്. 2016-17 വർഷത്തിൽ നമ്മൾ പാഡി പ്രൊഡക്ഷൻ എത്രയാണ്, 100 ക്വിന്റൽ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇൻ ദി ഇയർ 2017-18, അത് 2016-17 കണക്കാണ് 100 ക്വിന്റൽ എന്ന് പറയുന്നത്. അത് തൊട്ട് അടുത്ത വർഷം 2017-18 ആയപ്പോൾ ദി പ്രൊഡക്ഷൻ ഓഫ് പാഡി ഇൻക്രീസ്ഡ് ടു 110 ക്വിന്റൽസ്. എത്രയായി, അടുത്ത വർഷം ആയപ്പോൾ 100 ക്വിന്റൽ ഉണ്ടായിരുന്നത് 110 ക്വിന്റൽ ആയി എന്ന് വിചാരിക്കുക. So it can be seen that there has been an increase of 10% in the production of paddy during 2017-18 compared to that the previous year. അപ്പോൾ അതിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, 2016-17 100 ക്വിന്റൽ ഉണ്ടായിരുന്ന പാഡി പ്രൊഡക്ഷൻ 2017-18 ആയപ്പോൾ 110 ക്വിന്റലായി. അതിനർത്ഥം 10% ഇൻക്രീസ് ഉണ്ടായി എന്നാണ്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2016-17 അപേക്ഷിച്ച് 2017-18 ആയപ്പോൾ 110 ക്വിന്റൽ ആയപ്പോൾ 10% ഇൻക്രീസ് അവിടെ ഉണ്ടായി. 10% in the production of paddy during 2017-18 compared to the previous year, അല്ലെ, 10% ഇൻക്രീസ് അവിടെ ഉണ്ടായി. This indicate economic growth. ഈ 10% കൂടി എന്ന് പറയുന്നത് എന്താണ്, അതാണ് ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പത്തിക വളർച്ച ഉണ്ടായി, 10% ഇവിടെ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് നമുക്ക് അവിടെ പറയാൻ പറ്റും. ഓക്കെ, വിത്ത് ഇക്കണോമിക് ഗ്രോത്ത് the country's capacity to fulfill the needs of the people also increases. അതായത് ഒരു രാജ്യത്ത് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ കപ്പാസിറ്റി, എന്തിനുള്ള കപ്പാസിറ്റി, ടു ഫുൾഫിൽ ദി നീഡ്സ് ഓഫ് ദി പീപ്പിൾ ഓൾസോ ഇൻക്രീസസ്. ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും. നല്ല റോഡുകൾ വേണം, നല്ല ആശുപത്രികൾ വേണം, നല്ല ഭക്ഷണം വേണം, നല്ല വിദ്യാഭ്യാസം വേണം, ഇതൊക്കെ വേണം. ഇതൊക്കെ ജനങ്ങളുടെ ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങളെല്ലാം ഒരു രാജ്യം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെങ്കിൽ ആ രാജ്യത്തിന് എന്ത് വേണം, ഇക്കണോമിക് ഗ്രോത്ത് വേണം. ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു രാജ്യത്തിന് കിട്ടുള്ളൂ. ഓക്കെ, സോ വിത്ത് ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച ഉണ്ടെങ്കിൽ
എ കൺട്രീസ് കപ്പാസിറ്റി ടു ഫുൾഫിൽ ദി നീഡ്സ് ഓഫ് പീപ്പിൾ ഓൾസോ ഇൻക്രീസസ്. ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കാനുള്ള ആ ഒരു രാജ്യത്തിൻ്റെ കഴിവ്, ആ ഒരു കപ്പാസിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ. ഗ്രോത്ത് ഇല്ലെങ്കിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ആ രാജ്യത്തിന് സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം താഴെ കൊടുക്കുന്നു. ലെറ്റ്സ് ഒബ്സർവ് ദി ഫോളോവിങ് ചാർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഇക്കണോമിക് ഗ്രോത്ത് ടേക്ക് പ്ലേസ്. എങ്ങനെയൊക്കെയാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് എന്ന് കാണിക്കുന്ന ഒരു ചാർട്ട് താഴെ കൊടുക്കുന്നു. നോക്കാം. ഇക്കണോമിക് ഗ്രോത്ത് എങ്ങനെയൊക്കെയാണ് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഓരോ പോയിന്റ് നമുക്ക് നോക്കാം. ഇൻക്രീസ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. വ്യാവസായികോൽപാദനം കൂടുന്നുണ്ടെങ്കിൽ അതെന്തിന് കാരണമാവും? ഇക്കണോമിക് ഗ്രോത്തിന് കാരണമാവും. അതുപോലെ ഗ്രോത്ത് ഇൻ സർവീസ് സെക്ടർ. സേവന മേഖല വളരുന്നുണ്ടെങ്കിൽ, സർവീസ് സെക്ടർ വളരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടേർഷ്യറി സെക്ടർ വളരുന്നുണ്ടെങ്കിൽ അതും that also leads to economic growth. ഇനി ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. കാർഷികോൽപാദനം കൂടുക. അങ്ങനെ കൂടിയാലും എന്തിന് കാരണമാവും? ഇക്കണോമിക് ഗ്രോത്തിന് കാരണമാവും. ഇൻക്രീസ് ഇൻ പർച്ചേസിംഗ് പവർ. ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കൂടുക. പർച്ചേസിംഗ് പവർ കൂടുക പറഞ്ഞാൽ എന്താ? ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ് കൂടുക എന്നാണ്. അതിനർത്ഥം ജനങ്ങൾക്ക് കൂടുതൽ കയ്യിൽ പണം ഉണ്ടെങ്കിലേ കൂടുതൽ സാധനം വാങ്ങാൻ കഴിയുള്ളൂ. അപ്പൊ ജനങ്ങൾ പർച്ചേസിംഗ് പവർ കൂടുക എന്ന് പറഞ്ഞാൽ അതും ഇക്കണോമിക് ഗ്രോത്ത് തന്നെയാണ്, അല്ലെങ്കിൽ അതും ഇക്കണോമിക് ഗ്രോത്തിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, സോ ഇക്കണോമിക് ഗ്രോത്തിന് കാരണമാവുന്ന പല ഘടകങ്ങളാണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നതെന്നാണ് ഈ ഒരു ചാർട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻക്രീസ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, ആൻഡ് ഗ്രോത്ത് ഇൻ ദി സർവീസ് സെക്ടർ, ഇൻക്രീസ് ഇൻ പർച്ചേസിംഗ് പവർ. ഓക്കെ, it is generally believed that progress in the production sector creates more employment opportunities in a country. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് പ്രോഗ്രസ് ഇൻ പ്രൊഡക്ഷൻ സെക്ടർ ക്രിയേറ്റ്സ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ എ കൺട്രി. ഉൽപാദന രംഗത്ത്, ഓക്കെ, പ്രൊഡക്ഷൻ സെക്ടറിൽ ഉൽപാദന രംഗത്ത് കൂടുതൽ പുരോഗതി ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ തൊഴിലവസരങ്ങൾ, കൂടുതൽ ആളുകൾക്ക് കൂടുതൽ ജോലികൾ അതെന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so progress in the production sector creates more employment opportunities in a country. നമ്മൾ പറഞ്ഞു, the income earned by the workers through employment increases their purchasing power. Okay, sorry, ഒന്നുകൂടി മാറ്റി വായിക്കുകയാണ്. the income earned by the workers through employment increases their purchasing power. അതായത് ഇങ്ങനെ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്നു. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നു? ശമ്പളം കിട്ടുന്നു, അല്ലെ? അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യും. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതെന്തിനു കാരണമാവും? അവരുടെ പർച്ചേസിംഗ് പവർ, സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ് കൂടും. ഓക്കെ, പറഞ്ഞ കാര്യം മനസ്സിലാവും. നമ്മളിവിടെ മോള് പറഞ്ഞു, അതായത് പ്രൊഡക്ഷൻ സെക്ടറിൽ പ്രോഗ്രസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഒരുപാട് ആളുകൾക്ക് കൂടുതൽ ജോലി അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുമ്പോൾ അവർക്ക് ഇൻകം കിട്ടുന്നു. അങ്ങനെ ഇൻകം കിട്ടുമ്പോൾ അവരുടെ പർച്ചേസിംഗ് പവർ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ് കൂടുന്നു. സോ ദിസ് ഇംപ്രൂവ്സ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദി വർക്കേഴ്സ്. അതെന്തിന് കാരണമാവുന്നു? ആളുകളുടെ അഥവാ ഓരോ ജോലി ചെയ്ത് ജീവിക്കുന്നവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, അല്ലെ, അവരുടെ ജീവിത നിലവാരം കൂടുതൽ മെച്ചപ്പെട്ടതാവാൻ കാരണമാവുന്നു. ഓക്കെ, സോ വാട്ട് ചേഞ്ചസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ആൻ ഇക്കണോമി ആസ് എ റിസൾട്ട് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്? ഇക്കണോമിക് ഗ്രോത്ത് കൊണ്ട് എന്ത് മാറ്റാണ് ഒരു സമൂഹത്തിൽ ഉണ്ടാവുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്ത് മാറ്റം ഉണ്ടാവുന്നത്? നമുക്കറിയാം, നമ്മൾ പറഞ്ഞതുപോലെ ജനങ്ങളെ ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ത് ചെയ്യുന്നു? മെച്ചപ്പെടുന്നു. ഇറ്റ് ഇംപ്രൂവ്സ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദി പീപ്പിൾ. അതാണ് അവസാനം നമുക്ക് പറയേണ്ടത്. ജനങ്ങളുടെ ജീവിത നിലവാരം എന്ത് ചെയ്യുന്നു? മെച്ചപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത്രയും കാര്യങ്ങളാണ്. കഴിഞ്ഞിട്ടില്ല. ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, സാമ്പത്തിക വളർച്ചാ നിരക്ക്, ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ്, സാമ്പത്തിക വളർച്ചാ നിരക്ക്, ഗ്രോത്ത് റേറ്റ്. We have learned about economic growth. Now let's see how economic growth can be calculated. എങ്ങനെയാണ് ആ ഗ്രോത്ത് റേറ്റ് കണക്കുകൂട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. A measure called economic growth rate is used for this. അതായത് നമ്മൾ പറയാൻ പോവാണ് എന്താണ് economic growth rate. Economic growth is calculated on the basis of increase in national income.
അതായത് നമ്മുടെ നാഷണൽ ഇൻകത്തിൽ, ദേശീയ വരുമാനത്തിൽ ഉണ്ടാകുന്ന ഇൻക്രീസ്, വർധനവുണ്ടല്ലോ, അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കണക്കാക്കുക. ഓക്കെ, ഇക്കണോമിക് ഗ്രോത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ? ഇക്കണോമിക് ഗ്രോത്ത് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം. ഒരു രാജ്യത്തിന്റെ നാഷണൽ ഇൻകത്തിൽ ഉണ്ടാവുന്ന വളർച്ച നോക്കിയിട്ടാണ് ഇക്കണോമിക് ഗ്രോത്ത് നമ്മൾ കണക്കാക്കുന്നത്. Economic growth rate is the rate of increase in national income during the current year as compared to the previous year. ശ്രദ്ധിക്കണേ, economic growth rate എന്ന് പറഞ്ഞാൽ it is the rate of increase in the national income during the current year as compared to the previous year. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ദേശീയ വരുമാനത്തിലുണ്ടായ വർധനവിന്റെ നിരക്കാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക്, ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ്. ഒന്നും കൂടി പറയാം, ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ ലാസ്റ്റത്തെ സെന്റൻസ് നോക്കട്ടോ, ഏറ്റവും അവസാനത്തെ സെന്റൻസ്. ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ economic growth എന്ന് വെച്ചാൽ, ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദി നാഷണൽ ഇൻകം ഡ്യൂറിംഗ് ദി കറന്റ് ഇയർ ആസ് കമ്പയർ ടു ദി പ്രീവിയസ് ഇയർ. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നാഷണൽ ഇൻകത്തിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസിന്റെ നിരക്കാണ്, അതിന്റെ റേറ്റ് ആണ് എന്ത്? ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നമ്മുടെ ദേശീയ വരുമാനത്തിൽ നാഷണൽ ഇൻകത്തിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസിന്റെ വളർച്ചയുടെ റേറ്റ്, ഓക്കെ, ആ ഒരു നിരക്ക്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാമ്പത്തിക വളർച്ചാ നിരക്ക് എന്ന് വിളിക്കുന്നത്, ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കൺസെപ്റ്റ് ഇക്കണോമിക് ഗ്രോത്ത്, ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണല്ലോ അല്ലെ. അതിൽ ഇക്കണോമിക് ഗ്രോത്ത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ദെൻ ഇക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക വികസനം. ഓക്കെ, സാമ്പത്തിക വികസനം. It cannot be claimed that economic growth alone improves the standard of living of the people. അതായത് ഒരു രാജ്യത്തിന് സാമ്പത്തിക വളർച്ച ഉണ്ടായതുകൊണ്ട് മാത്രം അവിടുത്തെ ജനങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിത നിലവാരം, സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് മെച്ചപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഗ്രോത്തും അതേപോലെ തന്നെ ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ മനുഷ്യന്മാരുടെ കാര്യമായിക്കോട്ടെ അല്ലെ, ഇപ്പൊ കുട്ടികളുടെ കാര്യം പെട്ടെന്ന് പറയുകയാണെങ്കിൽ മനസ്സിലാവും. അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ +2 എത്തുമ്പോൾ ആ കുട്ടി ഒരുപാട് വളർന്നിട്ടുണ്ടാവും. എങ്ങനെ വളർന്നു? ശാരീരികമായിട്ട് ഒരുപാട് വളർന്നിട്ടുണ്ടാവും, കൂടുതൽ ഉയരം വെച്ചിട്ടുണ്ടാവും അല്ലെ. അങ്ങനെ ഒരുപാട് ശാരീരിക മാറ്റങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്, അതിനെ പറ്റിയൊക്കെ ബയോളജിയിൽ പഠിക്കുന്നുണ്ട്. ഒരുപാട് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ, ഹൈറ്റ് കൂടും, വെയിറ്റ് കൂടും, ഇങ്ങനെ പല മാറ്റങ്ങളും ഒരാൾക്ക് സംഭവിക്കുന്നുണ്ട്. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇത് ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നു. അതേസമയത്ത് ഡെവലപ്മെന്റ് ആണെങ്കിലോ, ആ കുട്ടിക്ക് ചിന്താപരമായി, ബുദ്ധിപരമായി ഒരുപാട് മാറ്റങ്ങൾ, കഴിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇത് നമ്മൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് പറയുക. അത് ഗ്രോത്ത് അല്ല, അത് ഡെവലപ്മെന്റാ. ഓക്കെ, അപ്പൊ ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് എത്ര ഹൈറ്റ് കൂടി, ഇത്ര സെന്റിമീറ്റർ കൂടി, ഇത്ര കിലോഗ്രാം വെയിറ്റ് കൂടി, അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ ഇത്ര കിലോ ഡെവലപ്മെന്റ് ഉണ്ടായി, ഇത്ര സെന്റിമീറ്റർ ഡെവലപ്മെന്റ് ഉണ്ടായി എന്നല്ല നമ്മൾ ബുദ്ധിയുടെ കാര്യത്തിൽ പറയാ, ആണോ? അല്ല, അത് ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ് ആണ്. അപ്പൊ ഈ രൂപത്തിൽ ഒരു രാജ്യത്തിന്, അപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് ഇത്ര ഗ്രോത്ത് ഉണ്ടായി എന്ന് പറയുന്നതോടൊപ്പം തന്നെ എന്തും അത്യാവശ്യ, എത്ര ഡെവലപ്മെന്റ് ഉണ്ടായി എന്നതും അത്യാവശ്യ. നമ്മുടെ ശരീരം കൂടുതൽ വളർന്നാൽ മാത്രം പോരാ, നമ്മുടെ വൈകാരികമായി, ബുദ്ധിപരമായി നമുക്ക് എന്തൊക്കെ പുരോഗതി ഉണ്ടായി, വളർച്ച ഉണ്ടായി എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിത വിജയത്തിന്. അപ്പൊ അതുപോലെ തന്നെ ഒരു സാമ്പത്തിക മേഖല നമ്മൾ നോക്കുമ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് പ്രൊഡക്ഷൻ കൂടിയോ, കൂടുതൽ റോഡുകൾ ഉണ്ടായോ അല്ലെ, പ്രൊഡക്ഷൻ കൂടിയോ, അതേപോലെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നാഷണൽ ഇൻകം അതിന്റെ റേറ്റ് കൂടിയോ, ഇതൊക്കെ നോക്കി നമ്മൾ എന്ത് പറയാം, നമുക്ക് ഗ്രോത്ത് ഉണ്ടായി എന്ന് പറയാം. പക്ഷേ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള, വിശാലമായിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിന് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായത് കൊണ്ട് മാത്രം ഇറ്റ് കനോട്ട് ബി ക്ലെയിംഡ് ദാറ്റ് ഇക്കണോമിക് ഗ്രോത്ത് അലോൺ ഇംപ്രൂവ്സ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദി പീപ്പിൾ. അതായത് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു എന്ന് നമ്മൾ പറയണമെങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായാൽ മാത്രം പോരാ. For an improvement in the standard of living, several other living conditions should be made available along with an increase in national income.
അപ്പോൾ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടണമെങ്കിൽ എന്ത് വേണം? ഈ നാഷണൽ ഇൻകത്തിലെ ഇൻക്രീസിന്റെ കൂടെ തന്നെ നമ്മുടെ ദേശീയ വരുമാനം എന്തായാലും കൂടണം. അതിനോടൊപ്പം തന്നെ വേറെയും ഒരുപാട് സാഹചര്യങ്ങളുണ്ട്, ജീവിത സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ഒരു നല്ല ജീവിതം കിട്ടുള്ളൂ. ഓക്കെ, അതെന്തൊക്കെയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ? നമുക്ക് നോക്കാം. അവൈലബിലിറ്റി ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ഫോർ ഓൾ. എല്ലാവർക്കും എന്ത് വേണം? നല്ല ന്യൂട്രീഷ്യസ് ഫുഡ്, പോഷകാഹാരം എല്ലാവർക്കും ലഭ്യമാവണം. അതുപോലെ ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഫോർ ഓൾ. എല്ലാവർക്കും എന്ത് വേണം? നല്ല ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ, മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ വേണം. എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ് ഫോർ ഓൾ. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അവൈലബിലിറ്റി ഓഫ് ക്ലീൻ വാട്ടർ ഫോർ ഓൾ. എല്ലാവർക്കും നല്ല ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തണം. അതേപോലെ നമുക്ക് കുറേ പോയിന്റ്സ് അവിടെ എഴുതി കൊടുക്കാം. ബെറ്റർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, നല്ല യാത്രാ സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ ലഭ്യമാവണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ആകുമ്പോൾ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ? നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് വികസിക്കുന്നുള്ളൂ, വളരുന്നുള്ളൂ, അല്ലെ? ഒരു നല്ല ജീവിത നിലവാരത്തിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. അല്ലാതെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്തതുകൊണ്ട് മാത്രം ജനങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല? ഒരു നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കിട്ടുന്നില്ല, ഒരു നല്ല ജീവിതം കിട്ടുന്നില്ല. ആ നാഷണൽ ഇൻകത്തിലെ ഇൻക്രീസിന്റെ കൂടെ തന്നെ ഈ പറയുന്നത് പോലെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതും കൂടി നമ്മൾ ഫുൾഫിൽ ചെയ്യുമ്പോൾ, അതും കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു നല്ല ലൈഫ്, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമുക്ക് പോസിബിൾ ആവുന്നത്. ഓക്കെ, സോ വെൻ ഇംപ്രൂവ്ഡ് ലിവിങ് കണ്ടീഷൻസ് ആർ അവൈലബിൾ ടു ഓൾ. ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം, ഒരു നല്ല ജീവിത സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ നമുക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി പീപ്പിൾ ഇംപ്രൂവ്സ്. ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയാൽ നമ്മുടെ ജീവിത നിലവാരം എന്താവും? മെച്ചപ്പെടും, ഒരു സംശയവും വേണ്ട. ഇക്കണോമിക് ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് വെൻ ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ്സ് വിത്ത് ഇക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഓക്കെ, ഇക്കണോമിക് ഡെവലപ്മെന്റ് എപ്പോഴാണ് സാധ്യമാവുക, എപ്പോഴാണ് ഉണ്ടാവുക? സാമ്പത്തിക വികസനം എപ്പോഴാണ് ഉണ്ടാവുക? ഇക്കണോമിക് ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് when the standard of living improves with economic growth. ഒരു രാജ്യത്ത് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നു, കൂട്ടത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരവും മെച്ചപ്പെടുന്നു എങ്കിൽ അവിടെ എന്തുണ്ട്? അവിടെ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്. ഓക്കെ, ഒരു രാജ്യത്തിന് എന്തുണ്ടാവുന്നു? നാഷണൽ ഇൻകം വളരുന്നു, അതായത് അവിടുത്തെ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, കൂട്ടത്തിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജനങ്ങളുടെ ജീവിത നിലവാരവും ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്. അതാണ് എന്ത്? സാമ്പത്തിക വികസനം എന്ന് പറയുന്നത്. ഓക്കെ, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചക്കൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. എ കൺട്രി ഈസ് സെഡ് ടു ഹാവ് അറ്റൈൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് വെൻ ദർ ഈസ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ദി ബെനിഫിറ്റ് ഓഫ് വിച്ച് ഈസ് ആക്സസിബിൾ ടു ഓൾ. ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി മാറ്റി പറയാണ്. എ കൺട്രി ഈസ് സെഡ് ടു ഹാവ് അറ്റൈൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. അതായത് ഒരു രാജ്യം സാമ്പത്തിക വികസനം നേടി എന്ന് നമുക്ക് പറയാം, ഇക്കണോമിക് ഡെവലപ്മെന്റ് നേടി എന്ന് നമുക്ക് പറയാം. എപ്പോ? വെൻ ദർ ഈസ് ഇക്കണോമിക് ഗ്രോത്ത്, അവിടെ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ, ആൻഡ് ദി ബെനിഫിറ്റ് ഓഫ് വിച്ച് ഈസ് ആക്സസിബിൾ ടു ഓൾ. ആ ഇക്കണോമിക് ഗ്രോത്തിന്റെ, സാമ്പത്തിക വളർച്ചയുടെ നേട്ടം ജനങ്ങൾക്കൊക്കെ ലഭ്യമാകുന്നുണ്ട് എങ്കിൽ അവിടെ എന്തുണ്ട്? ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ അതേ സെന്റൻസ്, അതായത് ഇക്കണോമിക് ഗ്രോത്ത് പ്ലസ് താഴെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, അത് പറഞ്ഞാൽ, അത് നോക്കിയാൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. എന്താണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്നതിന്റെ ഏറ്റവും ഒരു ചുരുക്ക രൂപ? ഇക്കണോമിക് ഡെവലപ്മെന്റ് മീൻസ് ഇക്കണോമിക് ഗ്രോത്ത് പ്ലസ് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഓക്കെ, എന്താണ് ഇക്കണോമിക് ഡെവലപ്മെന്റ്? സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞാൽ അവിടെ ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ചയുണ്ട്, കൂട്ടത്തിൽ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവരുടെ ജീവിത ഗുണനിലവാരത്തിലുള്ള ഉയർച്ച എന്ന് പറയാം. അപ്പൊ ജനങ്ങൾക്ക് നേട്ടമുണ്ടാവണം, ഇക്കണോമിക് ഗ്രോത്തും ഉണ്ടാവണം, ആ ഗ്രോത്ത് കൊണ്ട് ജനങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റും കിട്ടണം എങ്കിൽ അവിടെ എന്തുണ്ട്? ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലായി ഇക്കണോമിക് ഗ്രോത്തിനേക്കാളും നമുക്ക് വേണ്ടത് എന്താണ്? ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. നമുക്ക് നല്ല ഏതൊരു നാടിനും വേണ്ടത് ഇക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പോൾ അവിടെ രാജ്യത്തിന്റെ ഇൻകം കൂടുന്നതോടൊപ്പം അതിന്റെ നേട്ടം ആർക്ക് കിട്ടുന്നു? ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബ്രോഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഈ പറയുന്ന ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. ഇനി ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ കാണാം. Some statements relating to economic growth and development are given below. Classify them into economic growth and development. ഇക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ട, അതേപോലെ ഇക്കണോമിക് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് താഴെ കൊടുത്തിട്ടുണ്ട്.
അതിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 കാറ്റഗറി ആക്കി തിരിക്കണം. ഇക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെ, ഇക്കണോമിക് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെ നമ്മൾ തിരിക്കണം. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. നാഷണൽ ഇൻകം ഇൻക്രീസ്ഡ്, നാഷണൽ ഇൻകം ഇൻക്രീസ്ഡ്, അതായത് ദേശീയ വരുമാനം വർദ്ധിച്ചു. അതെന്തുമായി ബന്ധപ്പെട്ടതാ? നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും, അത് ഇക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ടതാ. ഓക്കെ, ഇക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ടത്. Then production of wheat increased to 150 crore tons. ഗോതമ്പിന്റെ പ്രൊഡക്ഷൻ 150 കോടി ടണ്ണായിട്ട് ഉയർന്നു. അതും എന്താ? അതും ഗ്രോത്ത് തന്നെയാണ്. കണക്കുകളാണ് പറയുന്നത് അല്ലെ, അതും ഗ്രോത്ത് തന്നെയാണ്. നാഷണൽ ഹൈവേസ് were developed into 4 lines. അതായത് ദേശീയ പാതകൾ 4 വരിയാക്കി വികസിപ്പിച്ചു. അതും നമുക്ക് പറയാം ഗ്രോത്ത് ആണ്. ഓക്കെ, ഇക്കണോമിക് ഗ്രോത്തിന്റെ ഭാഗമായിട്ട് പറയാം. സ്കിൽ ട്രെയിനിങ് വാസ് പ്രൊവൈഡഡ് ടു ദി ലേബറേഴ്സ്. തൊഴിലാളികൾക്ക് സ്കിൽ ട്രെയിനിങ്, വിദഗ്ധ പരിശീലനം നൽകി. അത് എന്തിന്റെ ഭാഗം? അത് ഡെവലപ്മെന്റിന്റെ ഭാഗം. ഇക്കണോമിക് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഇംപ്ലിമെന്റഡ് മോഡേൺ ഫെസിലിറ്റീസ് ഇൻ ദി ഹെൽത്ത് സെക്ടർ. ഓക്കെ, ജനങ്ങൾക്ക് ഒരു ബെറ്റർ ലിവിങ് കിട്ടണമെങ്കിൽ എന്ത് വേണം നമ്മൾ പറഞ്ഞു? ഹെൽത്ത് കെയർ ഫെസിലിറ്റി വേണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതെന്തിന്റെ ഭാഗം? അത് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. ഇംപ്ലിമെന്റഡ് മോഡേൺ ഫെസിലിറ്റീസ് ഇൻ ദി ഹെൽത്ത് സെക്ടർ. ആരോഗ്യ മേഖലയിൽ പുതിയ അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി എന്നാണ് പറയുന്നത്. സോ അത് ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. Then basic facilities of educational institutions were improved. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു എന്ന് പറയുകയാണ്. അപ്പോൾ അതും എന്താ? അതും ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള 6 പോയിന്റ്സിൽ ആദ്യത്തെ 3 പോയിന്റ്സ് ഇക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഞാനിവിടെ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഗ്രോത്ത് ആണ്, രണ്ടാമത്തേത് ഗ്രോത്ത് ആണ്, മൂന്നാമത്തേത് ഗ്രോത്ത് ആണ്, നാലാമത്തേത് ഇക്കണോമിക് ഡെവലപ്മെന്റ്, അഞ്ചാമത്തേത് ഡെവലപ്മെന്റ്, ആറാമത്തേത് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ആദ്യത്തെ 3 ഇക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ടതും അടുത്ത 3 ഇക്കണോമിക് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. ഓക്കെ, then we have learned that economic growth and economic development are interrelated concepts. economic growthും ഇക്കണോമിക് ഡെവലപ്മെന്റും എന്താണ്? ഇന്റർ റിലേറ്റഡ് കൺസെപ്റ്റ് ആണ്. അതായത് പരസ്പര ബന്ധിതമായിട്ടുള്ള ആശയങ്ങൾ. രണ്ടും വേണം, ഒന്നുണ്ടെങ്കിലേ മറ്റേത് ഉള്ളൂ. എക്കണോമിക് ഡെവലപ്മെന്റ് മാത്രം ആയിട്ട് ഒന്നുമില്ല. എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ഇവിടെ നമ്മൾ പറഞ്ഞു ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഇക്കണോമിക് ഗ്രോത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ ബോത്ത് ആർ ഇന്റർ റിലേറ്റഡ് കൺസെപ്റ്റ്സ്. അറ്റ് ദി സെയിം ടൈം there are some differences between the two. ഇത് രണ്ടും തമ്മിൽ എന്തുണ്ട്? ചില വ്യത്യാസങ്ങളും ഉണ്ട്. രണ്ടും ഇന്റർ റിലേറ്റഡ് കൺസെപ്റ്റ്സ് ആണ്. അതേ സമയത്ത് ഇത് രണ്ടും തമ്മിൽ എന്തുണ്ട്? ഇത് രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. സം ഓഫ് ദി ഡിഫറൻസസ് ആർ ഗിവൺ ഇൻ ദി ഫോളോവിങ് ടേബിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിക്കാറുള്ള ഒരു ടേബിൾ ആണ്. ഇക്കണോമിക് ഗ്രോത്തും ഇക്കണോമിക് ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസസ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഡിഫറൻസസ്. ഇക്കണോമിക് ഗ്രോത്ത്, ഇക്കണോമിക് ഡെവലപ്മെന്റ് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇക്കണോമിക് ഗ്രോത്തിൽ ആദ്യത്തെ പോയിന്റ് നമ്മൾ നോക്കുക, ഇൻക്രീസ് ഇൻ ഇൻകം ആൻഡ് പ്രൊഡക്ഷൻ. ഒരു രാജ്യത്തിന്റെ ഉൽപാദനത്തിലും വരുമാനത്തിലൊക്കെയുള്ള വർധനവ്, അത് ഇക്കണോമിക് ഗ്രോത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം, ഇക്കണോമിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, അതേപോലെ ഇക്കണോമിക് ഡെവലപ്മെന്റിൽ നോക്കുകയാണെങ്കിലോ അവിടെ ഇംപ്രൂവ്മെന്റ് ഇൻ ദി ക്വാളിറ്റി ഓഫ് ലൈഫ്. അവിടെ ഇൻകം കൂടിയോ പ്രൊഡക്ഷൻ കൂടിയോ എന്നുള്ള കാര്യമല്ല, ഇംപ്രൂവ്മെന്റ് ഇൻ ദി ക്വാളിറ്റി ഓഫ് ലൈഫ്. ജനങ്ങളുടെ ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഇംപ്രൂവ്മെന്റ്, ഉയർച്ചയാണ് അവിടുത്തെ പരാമർശ വിഷയം അല്ലെ. ഇക്കണോമിക് ഡെവലപ്മെന്റിൽ എന്താ നോക്കുന്നത്? ഇംപ്രൂവ്മെന്റ് ഇൻ ദി ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പൊ ഇക്കണോമിക് ഗ്രോത്തിന്റെ പ്രത്യേകതയാണ് ഇൻക്രീസ് ഇൻ ഇൻകം ആൻഡ് പ്രൊഡക്ഷൻ. ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണെങ്കിലോ അവിടെ ഇൻകം കൂടിയോ പ്രൊഡക്ഷൻ കൂടിയോ എന്നുള്ളതല്ല, ഇംപ്രൂവ്മെന്റ് ഓർ ഇൻക്രീസ് ഇൻ ദി ക്വാളിറ്റി ഓഫ് ലൈഫ്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. ഇനി ഇക്കണോമിക് ഗ്രോത്തിലേക്ക് വരുമ്പോൾ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം. അതായത് നമ്മുടെ നാഷണൽ ഇൻകം എത്രത്തോളം കൂടി എന്നതാണ് ഇക്കണോമിക് ഗ്രോത്ത് കണക്കാക്കാനുള്ള ഒരു അളവുകോൽ എന്ന് പറയുന്നത് അല്ലെ. മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം. ദേശീയ വരുമാനത്തിൽ ഉണ്ടാവുന്ന വളർച്ചയാണ് ഈ ഇക്കണോമിക് ഗ്രോത്തിന്റെ മെഷർമെന്റ് സ്കെയിൽ എന്ന് പറയുന്നത്, അളവുകോൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇക്കണോമിക് നാഷണൽ ഇൻകം കൂടിയോ എങ്കിൽ ഇക്കണോമിക് ഗ്രോത്ത് കൂടി.
നാഷണൽ ഇൻകം കുറഞ്ഞോ, ഇക്കണോമിക് ഗ്രോത്ത് കുറഞ്ഞു. ആ രൂപത്തിൽ നാഷണൽ ഇൻകം ആണ് ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇക്കണോമിക് ഡെവലപ്മെന്റിൽ അതെങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? മെഷേർഡ് ഇൻ ടേംസ് ഓഫ് വേരിയസ് indices such as physical quality of life index, human development index, etc. അതായത് പിന്നെ സാമ്പത്തിക വികസനം, ഇക്കണോമിക് ഡെവലപ്മെന്റ്, ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് അതിന് ചില സ്കെയിലുകളുണ്ട്, ചില അളവുകോലുകളുണ്ട്. പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്, പല രൂപത്തിൽ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ചില ഡെവലപ്മെന്റ് മെഷർ ചെയ്യാനുള്ള, ഒരു രാജ്യത്തിന്റെ ഇക്കണോമിക് ഡെവലപ്മെന്റ് മെഷർ ചെയ്യാനുള്ള ചില സൂചികകളാണ് ഇവിടെ പറയുന്ന ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അത് ഓരോന്നും എന്താണെന്ന് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഇവിടെ കാണാൻ പറ്റും. എന്താ? പെർ ക്യാപിറ്റ ഇൻകം, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ്. ഇതൊക്കെ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോരോ ടൂൾസ് ആണ്, ഓരോരോ ഓരോരോ സങ്കേതങ്ങളാണ്. അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഇങ്ങനെയുള്ള സൂചികകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്കണോമിക് ഡെവലപ്മെന്റ് മെഷർ ചെയ്യാം. ഇക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നാഷണൽ ഇൻകത്തിലെ ഇൻക്രീസിന്റെ അടിസ്ഥാനത്തിൽ ഇക്കണോമിക് ഗ്രോത്ത് നമ്മൾ മെഷർ ചെയ്യുന്നു. ഇനി ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ്. അതായത് നമ്മൾ സംഖ്യാപരമായി സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഗ്രോത്ത്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കുട്ടീൻ്റെ ഹൈറ്റിന്റെ കാര്യം അല്ലേ? 5ാം ക്ലാസ്സിലുള്ള കുട്ടി 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ അയാളുടെ ഹൈറ്റ് എത്ര സെന്റിമീറ്റർ കൂടി, വെയിറ്റ് എത്ര കിലോഗ്രാം കൂടി, ഇങ്ങനെ സംഖ്യയിലാണ്. ഇങ്ങനെ നമ്മൾ സംഖ്യാപരമായിട്ടാണ് ഇക്കണോമിക് ഗ്രോത്ത് സൂചിപ്പിക്കുക. 10% കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 10% സാമ്പത്തിക വളർച്ചയുണ്ടായി, അല്ലെങ്കിൽ 5% കുറഞ്ഞു. അങ്ങനെ സംഖ്യാപരമായി നമ്മൾ സൂചിപ്പിക്കുകയാണ്. എന്നാൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് ക്വാളിറ്റേറ്റീവ് മെഷറാണ്. ഗുണപരമായ മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. അത് നമുക്ക് അളക്കാൻ പറ്റൂല. ഇപ്പോൾ ഒരാളുടെ ബുദ്ധി ഇത്ര ശതമാനം കൂടി, ഇത്ര ശതമാനം കുറഞ്ഞു, ആ രൂപത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതും എന്താണ്? അതൊരു ക്വാണ്ടിറ്റേറ്റീവ് അല്ല, അത് ക്വാളിറ്റേറ്റീവ് മെഷറാണ്. ക്വാണ്ടിറ്റി അല്ല അവിടെ പ്രധാനം, ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആണോ, ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ്, നമ്മൾ മനസ്സിലാക്കാം. ദെൻ ഇക്കണോമിക് ഗ്രോത്തിൽ അടുത്ത പോയിന്റ്, എംഫസിസ് ഈസ് പ്യൂർലി ഓൺ ദി ഇക്കണോമിക് ഫാക്ടേഴ്സ്. അതായത് സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രമാണ് ഇവിടെ ഊന്നൽ കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇക്കണോമിക് ഫാക്ടേഴ്സിന് മാത്രമേ ഇക്കണോമിക് ഗ്രോത്തിൽ പ്രാധാന്യമുള്ളൂ. എന്നാൽ ഇക്കണോമിക് ഡെവലപ്മെന്റിലാണെങ്കിലോ എംഫസിസ് ഓൺ സോഷ്യോ ഇക്കണോമിക് ഫാക്ടേഴ്സ്. അവിടെ സാമ്പത്തിക ഘടകങ്ങൾ മാത്രമല്ല, കൂട്ടത്തിൽ സോഷ്യോ എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ ഫാക്ടേഴ്സിനും, അതായത് സാമൂഹികമായിട്ടുള്ള ഘടകങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് നേരത്തെ പറഞ്ഞ നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം, നല്ല ജീവിത സൗകര്യം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ സോഷ്യൽ ഫാക്ടേഴ്സും കൂടിയാണ്. അപ്പോൾ സോഷ്യോ ഇക്കണോമിക് ഫാക്ടേഴ്സിന് എവിടെ പ്രാധാന്യമുണ്ട്? ഇക്കണോമിക് ഡെവലപ്മെന്റിൽ പ്രാധാന്യമുണ്ട്. എന്നാൽ ഇക്കണോമിക് ഗ്രോത്തിൽ എന്ത് മാത്രമേ നോക്കുന്നുള്ളൂ? ഇക്കണോമിക് ഫാക്ടർ മാത്രം, സാമ്പത്തിക കാര്യങ്ങൾ, സാമ്പത്തിക ഘടകങ്ങൾ മാത്രമേ അവിടെ നമ്മൾ നോക്കുന്നുള്ളൂ. ഇനി ലാസ്റ്റ് പോയിന്റ്, ഇക്കണോമിക് ഗ്രോത്തിൽ ഗ്രോത്ത് ഹാപ്പൻസ് ഇൻ എ ഷോർട്ട് ടേം. ഇക്കണോമിക് ഗ്രോത്ത് എങ്ങനെ ഉണ്ടാവുന്നത്? അത് ഷോർട്ട് ടേമിലാണ്, ചുരുങ്ങിയ കാലം കൊണ്ട് സംഭവിക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എത്ര കൂടി, ഈ വർഷത്തെ അപേക്ഷിച്ച് അടുത്ത വർഷം എത്ര കൂടും, അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്. വളർച്ചയാണെങ്കിലും തളർച്ചയാണെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ടാണ് സംഭവിക്കുന്നത്. എന്നാൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഇക്കണോമിക് ഡെവലപ്മെന്റ് ഹാപ്പൻസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് 1-2 കൊല്ലങ്ങൾ കൊണ്ടുണ്ടാവുന്നതല്ല, ഒരുപാട് കാലം കൊണ്ട്, ദീർഘകാലയളവ് കൊണ്ട് സംഭവിക്കുന്നതാണ് വികസനം എന്ന് പറയുന്നത്, ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇക്കണോമിക് ഗ്രോത്തും ഇക്കണോമിക് ഡെവലപ്മെന്റും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ്. രണ്ടും ഒരേപോലെ അത്യാവശ്യമാണ്. ബോത്ത് ആർ ഇന്റർ റിലേറ്റഡ് കൺസെപ്റ്റ്സ്. നമ്മൾ പറഞ്ഞു ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിലേ എന്തുള്ളൂ? ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉള്ളൂ. ഓക്കെ, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിലേ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ പറഞ്ഞ എഡ്യൂക്കേഷൻ ഒന്നുകൂടി നമ്മൾ നോക്കുന്നത് നല്ലതാണ്. ഇക്കണോമിക് ഡെവലപ്മെന്റ് ഈസ് ഈക്വൽ ടു ഇക്കണോമിക് ഗ്രോത്ത് പ്ലസ് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. അല്ലെ? ഇക്കണോമിക് ഗ്രോത്തിന്റെ കൂടെ ഒരു മികച്ച ജീവിത നിലവാരം കൂടിയാകുമ്പോൾ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആയി. അപ്പൊ അതിന്റെ പ്രധാന ഡിഫറൻസസ് ആണ് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് നോക്കിയത്. ഇക്കണോമിക് ഗ്രോത്തും ഇക്കണോമിക് ഡെവലപ്മെന്റും എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്.
ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ഇക്കണോമിക് ഡെവലപ്മെന്റ് മെഷർ ചെയ്യുന്ന ഒരുപാട് സൂചികകൾ ഇവിടെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കാം. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ.